ജപ്പാൻകാരെ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിയുള്ള ഉന്നതരായ രാജ്യങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. ജപ്പാനിലെ സ്കൂളുകളിൽ കുട്ടികൾ 4ാം ക്ലാസ് എത്തുന്നതുവരെ ഒരു പരീക്ഷയും എഴുതാറില്ല. ജപ്പാൻകാർ വിശ്വസിക്കുന്നത് ഈ പ്രായത്തിൽ പരീക്ഷകളിലുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനുണ്ടെന്നാണ്. ഒന്നാമതായി, ശരിയായ പെരുമാറ്റവും സാമ്പത്തിക സ്ഥിതി നോക്കാതെ എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറാനും അവരെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും അതേസമയം ഒരുമിച്ച് നിന്ന് ഒരു ടീമായി പ്രവർത്തിക്കാനുമുള്ള കഴിവ് വളർത്തിയെടുക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, സ്കൂളുകളിൽ ക്ലീൻ ചെയ്യാൻ വേറെ ആളുകളില്ല. കുട്ടികൾ തന്നെ എല്ലാ ജോലികളും പങ്കിട്ട് വൃത്തിയാക്കുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു. മൂന്നാമതായി, പരിസ്ഥിതിയെ വിലമതിക്കാനും സംരക്ഷിക്കാനുമുള്ള പ്രാധാന്യം കുട്ടികൾ പഠിക്കുന്നു. നാലാമതായി, വിദ്യാഭ്യാസം എന്നത് ശരിക്കും അറിവിനു വേണ്ടിയാണ്, അല്ലാതെ മാർക്കിനു വേണ്ടിയല്ല. താഴ്ന്ന ക്ലാസുകളിലും ഇടത്തരം ക്ലാസുകളിലും കുട്ടികൾക്ക് മാർക്കുകൾ നൽകാറില്ല. അഞ്ചാമതായി, മര്യാദയ്ക്കും കൃത്യനിഷ്ഠയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നു. ഇതിന്റെ ഫലമായി കുട്ടികൾക്ക് പഠനത്തിൽ അത്രയധികം താൽപ്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിലെ ഹാജർ നില ഏകദേശം 100%. കൂടാതെ ഈ കുട്ടികളുടെ മൊത്തത്തിലുള്ള കഴിവുകൾ ലോകത്തിലെ ഏറ്റവും മികച്ചവയിലൊന്നാണ്. എന്നാൽ ജീവിതത്തിൽ വിജയിക്കാൻ ഇത്തരം അറിവ് മാത്രം പോരാ. സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് നമ്മളിൽ പലരുടെയും പ്രശ്നമാണ്. പണം കിട്ടിയാലും അതെങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാവുന്നു. ശമ്പളം EMIകളിലേക്ക് മാത്രം പോകുന്ന കെണിയിലാണോ? ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു പ്രീമിയം ഓഡിയോ കോഴ്സ് ഒരുക്കിയിട്ടുണ്ട്. റിച്ച് ഡാഡ് പുവർ ഡാഡ്, സൈക്കോളജി ഓഫ് മണി പോലുള്ള മികച്ച പുസ്തകങ്ങളിലെ അറിവുകൾ ഇപ്പോൾ ഈയൊരു കോഴ്സിലായി ഞാൻ ക്രോഡീകരിച്ചിരിക്കുന്നു. ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ ഞാൻ DM വഴി ലിങ്ക് അയക്കാം. അല്ലെങ്കിൽ ബയോയിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. ഇപ്പോൾ തന്നെ കേട്ടുനോക്കൂ.